വെൽക്കം ബാക്ക്. ഹോബി ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു സെഷനാണ് കമ്പാരറ്റർ. നമ്മൾ കോളേജിലൊക്കെ പലരും പഠിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളും അതിൻ്റെ ഇപ്പുറത്ത് 2 വടി ഇപ്പുറത്തൊരു വടി, ആ സാധനമൊക്കെയാണ് അല്ലേ ഈ ഇമേജിൽ കാണുന്ന സാധനം. അതായത് നമ്മൾക്ക് വൺ സൈഡ് 2 പ്ലസ് മൈനസ് ഉള്ള ലൈന്, ഇത് ഇൻപുട്ടാണ്, അനലോഗ് ഇൻപുട്ടാണ്. ഇതിൻ്റെ മറ്റേ വശത്തുള്ള ലൈൻ ഔട്ട്പുട്ടാണ്, എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ പ്ലസ് മൈനസ് എന്നൊക്കെ പറയുന്നത് പ്ലസ് നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടാണ്, മൈനസ് ഇൻവെർട്ടിംഗ് ഇൻപുട്ടാണ്. എന്ന് വെച്ചാൽ അനലോഗ് വോൾട്ടേജ് നമ്മൾ രണ്ടിലും കൊടുക്കുമ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലാണ് കൂടുതൽ ഹൈ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് ഇൻപുട്ടിലാണ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അത് ഇൻവെർട്ടിംഗ് ഇൻപുട്ടാണ്, നേരെ ഇൻവെർട്ട് ചെയ്യും. അതിൽ കൊടുക്കുന്നതാണ് ഹൈ എങ്കിൽ നമുക്ക് 0 ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ സാധനം പ്രാക്ടിക്കൽ വേൾഡിൽ എവിടെയാണ് ഉണ്ടാവുക? ഈ കമ്പാരറ്റർ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, ഈ തീറ്റ സൈന് കോസ് ഇതൊക്കെ പഠിച്ചു, ഇതൊക്കെ എവിടെ കൊണ്ട് ഉപയോഗിക്കാമെന്ന് ചോദിക്കാറില്ലേ? അതേപോലെ ഒരു സാധനമാണ് നമുക്ക് ഈ കമ്പാരറ്റർ എന്ന് പറഞ്ഞ വേൾഡിൽ എവിടെ ഉണ്ടാവും, ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ. നമ്മൾക്ക് IC ചിപ്പ് കിട്ടും. LM358 എന്നൊരു IC ചിപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 8 പിന്നുള്ള IC, ഇതിൻ്റെ പിന്നൗട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗതി, ഇതിന് ആക്ച്വലി 8 പിന്നുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 കമ്പാരറ്റർ ഉണ്ട്. ഇതിനെ നമ്മൾക്ക് പവർ കൊടുത്തു കഴിഞ്ഞാൽ, ICനെ പ്ലസ് മൈനസ് കൊടുത്തിട്ട് പവർ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കമ്പാരറ്ററും ഉപയോഗിക്കാൻ പറ്റും. 2 വേണ്ടെങ്കിൽ 1 മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വോൾട്ടേജ് കൊടുക്കുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട് എടുക്കാനുള്ള പറ്റും. ഇത് നമ്മൾക്കൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. IC LM358 നമ്മൾ ബ്രെഡ് ബോർഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് കണക്ഷൻസ് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഗ്രൗണ്ട് കൊടുക്കാം. പിൻ നമ്പർ 1 ഗ്രൗണ്ട് ആണല്ലേ. ഓക്കെ, ഗ്രൗണ്ട് കണക്ഷൻ. ഇനിയിപ്പോൾ എന്ത് കൊടുക്കാം? ഒബ്വിയസ്ലി നമ്മൾ പവറാണ് ഉദ്ദേശിക്കുന്നത്. 5 വോൾട്ട് കണക്ഷൻ കൊടുക്കാം. പിൻ നമ്പർ 8 പവറാണല്ലേ. നമ്മൾ ഏറ്റവും മുകളിലത്തെ ലൈൻ പവർ 5 വോൾട്ടായിട്ടും ഏറ്റവും താഴത്തെ ലൈൻ ഗ്രൗണ്ടായിട്ടും എടുത്തു. ഓക്കെ, പിൻ നമ്പർ 1 അല്ല, നമുക്ക് പിൻ നമ്പർ 4 ആണ് ഗ്രൗണ്ട്. ഓക്കെ, ഇപ്പോൾ 5 വോൾട്ടും ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾക്ക് ഒരു LED കൊടുക്കണം. LED ഡയറക്റ്റ് അല്ല, ഒരു റെസിസ്റ്റർ ത്രൂ കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് ആ റെസിസ്റ്റർ വയ്ക്കാം. ഒരു 1 കിലോ ഓംസിൻ്റെ റെസിസ്റ്ററാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വൈഡ് റേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. 1 കിലോ ഓംസ് ഒരു ആവറേജ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് LED പൊളാരിറ്റി എല്ലാം നോക്കിയിട്ട് വയ്ക്കുകയാണെങ്കിൽ LED ഒരു പിന്നെ ഗ്രൗണ്ടിൽ പോകണം അല്ലേ. ഓക്കെ, പൊളാരിറ്റി കറക്റ്റാണ്. LED വെച്ചു. റൈറ്റ്. ഇനി പിൻ നമ്പർ 2. ഓക്കെ, പിൻ നമ്പർ 2ലേക്ക് നമ്മൾക്കൊരു വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനൊരു പ്രീസെറ്റ് എടുക്കുന്നുണ്ട്. പ്രീസെറ്റ് നമ്മൾക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, പ്രീസെറ്റ് സെറ്റാണ്. ഇനി അതിൻ്റെ 2 എൻഡ് പിന്നുകൾ, അതിന് 1 ഗ്രൗണ്ടും 1 5 വോൾട്ടും കൊടുക്കണം. അപ്പോൾ 5 വോൾട്ട്, ഒരു എൻഡ് 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എൻഡ് ഗ്രൗണ്ട് അല്ലേ. ഓക്കെ, ഒരു എൻഡ് ഗ്രൗണ്ട് കൊടുത്തു, ഒരു എൻഡ് 5 വോൾട്ട് കൊടുത്തു. ഇനിയിപ്പോൾ സെൻറ്ററിലെ ഒരു പിന്ന്, അവിടെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾക്ക് പിൻ നമ്പർ 2 കൊടുക്കാൻ പറ്റും. ഓക്കെ, വയർ സെറ്റാക്കിയിട്ടുണ്ട്. പ്രീസെറ്റ് വീണ്ടും അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ പിൻ നമ്പർ 2 കാര്യം സെറ്റാണ്. ഇപ്പോൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ IC ഓണാവും. പിൻ നമ്പർ 2 ഒരു വോൾട്ടേജ് കിട്ടും. നമുക്ക് പ്രീസെറ്റ് തിരിച്ച് കഴിഞ്ഞാൽ വോൾട്ടേജിനെ മാറ്റാനെല്ലാം പറ്റും. ഇനി നമ്മൾ പിൻ നമ്പർ 3 വയ്ക്കുന്നത് ഒരു തെർമിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ തെർമിസ്റ്ററിൻ്റെ ഒരു പിന്ന് പിൻ നമ്പർ 3 ഒരു പിന്ന് ഒരു 5 വോൾട്ടിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, തെർമിസ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. തെർമിസ്റ്ററിൻ്റെ 1 സൈഡ് 3 പോയി, സെക്കൻഡ് സൈഡ് 5 വോൾട്ടിൽ കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ 5 വോൾട്ടിലേക്ക് ഒരു വയർ കണക്ട് ചെയ്തു. ഇപ്പോൾ തെർമിസ്റ്റർ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി തെർമിസ്റ്റർ കൂടാതെ പിൻ നമ്പർ 3 ഒരു റെസിസ്റ്റർ കൊടുക്കണം. ഈ റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡ് നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ തെർമിസ്റ്ററിൻ്റെ ഡിവൈഡർ ബയസിൽ നിന്ന് കിട്ടുന്ന
വോൾട്ടേജ് പിൻ നമ്പർ 3 കിട്ടും. പിൻ നമ്പർ 2 നമ്മൾ പ്രീസെറ്റിൽ സെറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രീസെറ്റിൽ ഒരു വോൾട്ടേജ് ഒന്ന് തിരിച്ച് സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് പവർ കൊടുത്ത് നോക്കാം. പവർ കൊടുക്കുമ്പോൾ LED either will be on or off. 2 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം അല്ലേ. ഓക്കെ, ഓഫാണ്. നമ്മൾക്കിതിനെ ഓൺ ആക്കണമെങ്കിൽ പ്രീസെറ്റ് ഒന്ന് തിരിക്കണം. ഓക്കെ, ഇനി ഇത് നേരെ തിരിച്ച് ഓഫ് ആവുന്നതിൻ്റെ ജസ്റ്റ് മുമ്പ് വരെ വീണ്ടും ഒന്നുകൂടി ഓൺ ആക്കിയിട്ട് വെരി സ്ലോലി. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. യെസ്, LED ഓൺ ആയല്ലേ. ഞാൻ എവിടെയോ കൈവച്ചപ്പോൾ ഓണായി. എവിടെയായിരിക്കും അത്? തെർമിസ്റ്ററിലാണ്. എന്നുവെച്ചാൽ എൻ്റെ ബോഡി ടെമ്പറേച്ചർ ഞാൻ ഈ തെർമിസ്റ്ററിൻ്റെ മേലെ വെച്ചു. അപ്പോൾ ടെമ്പറേച്ചർ കിട്ടിയപ്പോൾ തെർമിസ്റ്റർ ഒന്ന് വർക്കായല്ലേ. എന്തോ ഒരു ചേഞ്ച് ഉണ്ടായി. എന്താ ചേഞ്ച് ഉണ്ടായത്? തെർമിസ്റ്റർ മീൻസ് തെർമൽ റെസിസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ചായി. റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിൻ്റെ ക്വാണ്ടിറ്റി മാറും. അതുകൊണ്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന മീൻസ് ഈ 33K റെസിസ്റ്റർ കാണുന്നുണ്ടല്ലോ, അതിൽ ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് മാറും. അതുകൊണ്ട് പിൻ നമ്പർ 3 കൊടുക്കുന്ന വോൾട്ടേജ് മാറി. ഓക്കെ, എന്ന് വെച്ചാൽ നേരത്തെ പ്രീസെറ്റ് വഴി കൊടുക്കുന്ന വോൾട്ടേജ് പിൻ നമ്പർ 2 അതിനേക്കാളും താഴെയായിരുന്നു തെർമിസ്റ്റർ വഴി കൊടുക്കുന്ന വോൾട്ടേജ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾക്ക് ആക്ച്വലി ഇത് കമ്പാരറ്റർ ആണല്ലേ. അപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഞാൻ പിൻ നമ്പർ 2 ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. 1.92 വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. പിൻ നമ്പർ 3 എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. 1.84 കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 1.84 1.92. അപ്പോൾ 1.92 ചെറുതാണ് 1.84. ഓക്കെ, അതുകൊണ്ട് ഔട്ട്പുട്ട് 0. നമ്മൾക്ക് തെർമിസ്റ്ററിൽ തൊട്ട് കഴിഞ്ഞാൽ 1.92 കൂടുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആവും. 1.85, 86, 87, 88, 89, 1.90, 91, 92. യെസ്, LED ഓണായി. ഓക്കെ, അപ്പോൾ ഇതാണ് വോൾട്ടേജ് കമ്പാരറ്റർ. നമ്മൾ വോൾട്ടേജിനെ കമ്പയർ ചെയ്യണം. ഓക്കെ, ചെറുതാണോ വലുതാണോ എന്ന് നോക്കും. എന്നിട്ട് ഔട്ട്പുട്ട് ബൈനറിയാണ്. ഏതർ വിൽ ബി 1 or 0. LED ഒന്നുകിൽ ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഓക്കെ, LED ഇപ്പോൾ ഓഫായല്ലേ. 1.91 ആയി. ഞാൻ വീണ്ടും തൊടുകയാണെങ്കിൽ 1.92 വരുന്നു. LED ഓൺ ആവുന്നു. സോ ഇതാണ് ബേസിക്കലി കമ്പാരറ്റർ. അപ്പോൾ ഇതാണൊരു ബേസിക് കമ്പാരറ്റർ. ഇനി ഇതിനെ നമ്മൾക്ക് എവിടെ ഉപയോഗിക്കാം? പ്രാക്ടിക്കലി ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എഗ് ഇൻക്യുബേറ്ററും ഇതുമായിട്ട് എന്ത് ബന്ധം? ഇത് വെച്ചിട്ട് എങ്ങനെ എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം? നമുക്കിതൊരു അടുത്ത വീഡിയോയുമായി കാണാം.